സർ, പാകിസ്ഥാൻ സൗദിയുടെ സുരക്ഷാ പങ്കാളിയായിട്ടും അതേസമയം ഇറാനുമായി നയതന്ത്ര ബന്ധം നിലനിർത്തുന്ന ഒരു പങ്കാളിയായിട്ടും ഒരു മധ്യസ്ഥനായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഒരേ സമയം ഈ സൗദിയായിട്ടും ഇറാനുമായിട്ടും ബന്ധം നിലനിർത്താൻ പറ്റുമോ പാകിസ്ഥാന്? എന്തായിരിക്കും അതിൻ്റെ പിന്നിലുള്ള ഒരു മോട്ടീവ്? മോട്ടീവ് എന്തോ ഇപ്പം അവന് ബങ്കറിലും കണ്ടാന്ന് തോന്നി ഈ മുനീർ എന്ന് പറഞ്ഞു. കാരണം ഈ സൗദിക്ക് ഇത് ആവശ്യമാണ്. സൗദി ശകലം കീഴ്പിടപ്പണി ഉദ്ദേശിക്കുന്ന ആളാണല്ലോ. പിന്നെ സൗദി ഈ അറബ് നാറ്റോ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയായിരുന്നു, ചോർമ്മയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മറ്റേ റഷ്യയുടെ മറ്റേ നാറ്റോ ഉണ്ടല്ലോ, ഈ യൂറോപ്യൻ നാറ്റോ, ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം കൂടെ വന്ന് ആ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി 12 രാജ്യം നോക്കി. അപ്പൊ ഇതുപോലെ തന്നെ അറബ് നാറ്റോ എന്ന് പറഞ്ഞൊരു സാധനം, അതിനകത്ത് പ്രധാനപ്പെട്ട തുർക്കിയൊക്കെ അതിനകത്ത് സഹകരിച്ചത്. നമുക്ക് അറിയാൻ സാധിച്ച ഒരു കരാറെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ ആരാക്രമിച്ചാലും അത് പാകിസ്ഥാനെ ആക്രമിക്കുന്നത് പോലെ തന്നെ വിചാരിച്ച് പാകിസ്ഥാൻ പട്ടാളവും പാകിസ്ഥാൻ ഗവൺമെന്റും അതിനകത്ത് ഇടപെട്ട് ആ സൗദി ആക്രമിക്കുന്ന രാജ്യത്തെ ഓടിക്കും. പിന്നെ പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ സൗദി കണക്ഷൻ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോഴത്തേന് വലിയ ചർച്ചയൊക്കെ ആയിരുന്നു. അവസാനം ഇപ്പം ഇന്നലത്തെ എന്ന് പറഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹൂത്തികൾ കയറി ഈ സൗദിയെ കയറി അടിച്ചു. അതായത് അബഹ രാജ്യാന്തര വിമാനത്താവളത്തിലൊക്കെ ആക്രമണം ഉണ്ടായിരിക്കും. ഇപ്പം യഥാർത്ഥത്തിൽ കരാർ അനുസരിച്ച് ഹൂത്തിയെ തിരിച്ചടിക്കണം. ഇറാനുമായിട്ട് ഏതാണ്ട് 900 കിലോമീറ്ററോളം അതിർത്തിയുണ്ട് പാകിസ്ഥാൻ. ഹൂത്തി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ പ്രോക്സിയാണ്. ഹൂത്തിയെ അടിച്ചാൽ ഇറാനും അടിക്കും, ഹൂത്തി അടിക്കും. മനസ്സിലായി? ഇപ്പം സൗദി ഈ പറഞ്ഞതുപോലെ ഇപ്പം പാകിസ്ഥാൻ വരും, ഇപ്പം അടിക്കും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുക. സൗദിക്ക് വ്യോമ സംവിധാനങ്ങളും അല്ലെങ്കിൽ സൗദിയല്ല പാകിസ്ഥാന് വ്യോമ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളീ പറയുമ്പോൾ കുറഞ്ഞ വ്യോമസേനയൊന്നും അല്ല. ഇപ്പം നമ്മളുമായിട്ടുള്ള തുലനം നോക്കുമ്പോൾ ഒന്നും അല്ലെങ്കിലും സൗദിയെ അപേക്ഷിച്ചിട്ടുണ്ടല്ലോ. അപ്പം ആ സേനയും പിന്നെ പട്ടാളം ആവശ്യം പോലുണ്ട്. ഇപ്പം ഈ പട്ടാളത്തിന് കുറച്ച് അമേരിക്ക ഇടപെട്ട് ഇവിടുത്തെ പട്ടാളം മൊത്തവും പട്ടിണിയാ. ആ പട്ടാളം പട്ടിണി കിടന്നിട്ട് വയ്യാഞ്ഞിട്ട് ബലൂചിസ്ഥാൻ്റെ കൂടെ പോയി ബലൂചിസ്ഥാനിൽ ചേർന്ന് അവരുടെ പട്ടാളമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നേരത്തെ ഇപ്പം ബലൂചിസ്ഥാൻ ഇന്നലെ സ്വാതന്ത്ര്യമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ പട്ടാളമായിട്ട് നിന്ന് അവർ കാശ് കൊടുക്കും. ഭയങ്കര വാർത്തയാണ്. ഒരു പ്രാവശ്യം 10,000 പട്ടാളക്കാർ അവൻ്റെ ഉടുപ്പൂരി വെച്ചിട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ചേർന്ന്. അപ്പോൾ അവിടെ കാശും കിട്ടും, ഈ ചാവത്തുമില്ല. കാരണം ഇവന്മാർ വെടിവെച്ച് കൊല്ലുമായിരുന്നു. അപ്പം ആ അവസ്ഥ എന്നപ്പം ഈ പറയുന്നത് പോലെ സൗദിയുടെ സുരക്ഷയ്ക്ക് എന്ന് പറഞ്ഞ പോലെ ഈ UN സുരക്ഷാ സേനയിലൊക്കെ പട്ടാളത്തെ ഇവിടുന്ന് അറിയത്തില്ല. നമ്മുടെ പട്ടാളമൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. അത് മിക്കവാറുള്ള ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള പട്ടാളക്കാരാണ് കൂടുതൽ. വേറെ ഒന്നുമല്ല, UN-ന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പട്ടാളക്കാരെ ഏൽപ്പിക്കും. നല്ല ശമ്പളം കിട്ടും. മാത്രമല്ല ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ അതിനകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ഒരു 1,00,000 രൂപ, 1,00,000 10-30,000 രൂപ അവന്മാർക്ക് പട്ടാളമെങ്കിൽ UN-ന്റെ രക്ഷാസമിതിയിലുള്ളാകുമ്പോൾ ഒരു 1,00,000 രൂപ കിട്ടും. മാത്രമല്ല വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഈ ദരിദ്ര രാജ്യങ്ങളൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് ഈ പറയുന്ന പോലെ പട്ടാളത്തിന് ശമ്പളം കൊടുക്കാനില്ലാത്ത പാകിസ്ഥാനിലെ പട്ടാളക്കാരെ അവിടുത്തെ സുരക്ഷയ്ക്ക് എന്നോണം കരുതൽ അവിടെ കൊണ്ട് വിന്യസിച്ച് അവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സൗദി അറേബ്യയാണ്. ഇപ്പം ആവശ്യം വന്നപ്പോൾ സൗദി അറേബ്യക്ക് ഇപ്പം തിരിച്ചടിക്കാൻ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ചെല്ലണം. പാകിസ്ഥാന് ആവിയുമില്ല, അനക്കവുമില്ല. മാത്രമല്ല ഇതിനകത്ത് നേരത്തെയും ഇടപെടണ്ടേ. ഇറാൻ എത്ര വട്ടം കൊണ്ട് ഇപ്പോൾ ആക്രമിക്കുക? മധ്യസ്ഥ രാജ്യമല്ലേ പാകിസ്ഥാൻ, മധ്യസ്ഥ രാജ്യമല്ലേ ഖത്തറിനെ ഇന്നലെ അടിച്ചു വിട്ടിട്ടുണ്ട്. മനസ്സിലായില്ലയോ? മധ്യസ്ഥന്മാരെയൊക്കെ അടിച്ചു വിട്ടു. ഇപ്പൊ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിനകത്താണെങ്കിലും നമ്മൾ ഈ പറയുന്ന മധ്യസ്ഥ വഹിക്കുന്ന പാകിസ്ഥാൻ ഇറാനെ തിരിച്ചടിക്കണ്ടേ സൗദിയുടെ കൂടെ നിന്നിട്ട്? മറ്റു പല കാര്യങ്ങളും ചെയ്യണ്ടേ? അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ സാർ, ഈ സൗദി ഇപ്പൊ ഇറാൻ അറ്റാക്ക് ചെയ്യുന്നെന്ന് പറയുന്നത് അമേരിക്കൻ സൈനിക താവളങ്ങളല്ലേ? അപ്പം ഈ രാജ്യത്തോടുള്ള വിരോധമല്ലല്ലോ, അമേരിക്കയോടുള്ള ഒരു വിരോധം. ആരോടുള്ള വിരോധമായാലും ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം എനിക്ക് സന്ധ്യയുടെ വീടിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നവനോട് ഭയങ്കര വിരോധമാണ്. ഞാൻ എൻ്റെ വൈകിട്ട് വന്ന് സന്ധ്യയുടെ ജനലും എല്ലാം കൂടെ തല്ലിപ്പൊടിച്ച് അങ്ങനെ ഇരിക്കും. എന്ന് പറഞ്ഞ പോലെ അമേരിക്കയോടുള്ള വിരോധമാണ്. നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാ. മനസ്സിലായില്ലേ? അയൽവക്കക്കാര് നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാ. അപ്പം അയൽവക്കക്കാരനായിട്ട് എനിക്ക് വിരോധം. ഞാൻ വൈകിട്ട് വന്ന് സന്ധ്യയുടെ കാറും തല്ലിപ്പൊട്ടിച്ച് ജനലും തല്ലിപ്പൊട്ടിച്ച് നിങ്ങളുടെ വീടെല്ലാം കൂടെ നശിപ്പിച്ചിട്ടിഞ്ഞു പോരും. എങ്ങനെ ഇരിക്കും? അപ്പം മറ്റേയാളല്ലേ അതിന് തിരിച്ചടി കൊടുക്കണ്ടേ? ആണോ? അമേരിക്ക തിരിച്ചടി കൊടുക്കണ്ടേ? അപ്പം ഇപ്പം ഇറാന്
അമേരിക്ക നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇറാൻ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നതിനെക്കാട്ടി പണിയല്ലേ ഇത്? ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ വലിയ കക്ഷിയാ, എന്റെ കൂടെ നിന്നോ, ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് താവളങ്ങൾ ഉണ്ടാക്കി, ആ താവളങ്ങൾക്ക് ഉള്ള ചെലവ് മൊത്തവും വഹിച്ച് ആ താവളങ്ങളിൽ കിടക്കുന്ന പട്ടാളക്കാർക്ക് ഉൾപ്പെടെ ഈ സൗദി പോലെയും അല്ലെങ്കിൽ GCC രാജ്യങ്ങൾ ശമ്പളം കൊടുത്ത് അവിടെ ഇട്ടിട്ട് നിങ്ങൾ ലോകത്താരും പേടിക്കേണ്ട, ഞങ്ങൾ ഇവിടെ കിടക്കുന്നത് കൊണ്ട് ലോകത്താരും ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറയുന്നിടത്ത് അവന്റെ മണ്ടയ്ക്ക് കയറി അടിച്ചുകൊണ്ടിരിക്കുക. അമേരിക്കക്ക് ഇതുപോലെ നടക്കേണ്ട വല്ലതും ഉണ്ടോ? ഞാനീ പറഞ്ഞത്. അപ്പൊ ഈ സൗദി ഇപ്പം ഈ ഖത്തറും അല്ലെങ്കിൽ ഇടനിലക്കാരെയൊക്കെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുക. കുവൈറ്റിലും മറ്റു പലയിടത്തും ഒക്കെ ആക്രമണം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെയല്ല, സ്ഥിരം അലാറം അടിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ ഈ വാർത്തയൊക്കെ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ചില പ്രത്യേക ഇടങ്ങളിൽ ഈ പറഞ്ഞ പോലെ വ്യോമത്താവളത്തിന് അടുത്തും മറ്റു പലയിടത്തും ഒക്കെ മൊത്തത്തിൽ ഇൻഫർമേഷൻ ആൾക്കാർ വെളിയിൽ ഇറങ്ങുന്നത് കൊടുത്തതിനകത്ത് അപ്പം ആ പ്രദേശങ്ങളിൽ മാത്രമുള്ള ആൾക്കാർ അകത്തിരിക്കുമ്പോൾ നമ്മൾ ചില വാർത്തയൊക്കെ പറയുമ്പോൾ അവിടുന്ന് ചില ഈ പ്രവാസികൾ നിങ്ങൾ എന്താണ് പറയുന്നത്, നമ്മളെ കളിയാക്കിക്കൊണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഒന്നും അറിയാൻ സാധിക്കുന്നില്ലല്ലോ, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നവരാണല്ലോ, ജീവിക്കുന്നവരാന്ന് വെച്ചാൽ സൗദി രാജാവ് പറയുന്നവണൊക്കെ അവൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. അവൻ എവിടെയെങ്കിലും ഏതെങ്കിലും ടെറസിന്റെ മണ്ടയ്ക്ക് നിന്ന് ഏതെങ്കിലും കൂലിപ്പണിക്ക് പോകുന്നവനായിരിക്കും. അപ്പൊ ഈ വാർത്ത, രാജ്യാന്തര വാർത്ത എടുത്താൽ നമ്മൾ ഈ വാർത്ത പറയുന്നതല്ല. നമ്മൾ ഇപ്പം വേറെ ഇപ്പൊ എനിക്കിപ്പോ രാവിലെ ഗണിച്ചുകൊണ്ട് വാർത്ത പറയാൻ പറ്റും, ഏതെങ്കിലും ഇടത്തുനിന്ന് വാർത്ത ഇൻഫർമേഷൻ കിട്ടാതിരിക്കും. അപ്പൊ ഇപ്പം ഇത് പരസ്യമായിട്ട് അലേർട്ടായി എല്ലായിടവും പ്രശ്നമായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഈ പല ഈ നമ്മുടെ രാജ്യങ്ങളുടെയും GCC രാജ്യങ്ങളുടെയും ഒക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാശ് ആവശ്യം പോലുണ്ട്. ഇവർക്ക് വേണ്ട സൈനിക ബലവും മറ്റ് സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ ഇല്ല. ഇപ്പൊ ഇതിനകത്ത് എത്ര പറയുമ്പോഴും ഇവരുടെ ഒരു കൂട്ടായ്മ, GCC കൂട്ടായ്മ അല്ലെങ്കിൽ ഈ അറബ് രാജ്യങ്ങളിലൊക്കെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു. അത് വേണ്ട വിധത്തിലൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിപ്പോ പൊളിഞ്ഞു കിടക്കുന്നത്. ഇടയ്ക്ക് വെച്ചൊന്ന് കൂടിയായിരുന്നല്ലോ, ഈ ഇസ്രായേലിനെതിരെ ഒന്ന് കൂടിയിട്ട് പിന്നെ അതങ്ങ് കൂടിയ പോലെ അങ്ങ് പിരിഞ്ഞു, വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇതിനകത്ത് ഈ നമ്മള് പറയുമ്പം ആണവ ആയുധമുള്ള രാജ്യം പാകിസ്ഥാൻ, മനസ്സിലായില്ലേ? നമ്മുടെ അടുത്തുമാരെ യുദ്ധത്തിന് തുടങ്ങുന്നതിന് മുമ്പേ, സിന്ദൂർ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു നിങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്നൊക്കെ പറഞ്ഞു. ആണവായുധം പ്രയോഗിക്കും, നമ്മളൊന്നും കേട്ടിട്ട് മൈൻഡ് ചെയ്യാനൊന്നും പേര് നമ്മളൊന്നും മിണ്ടാൻ പോയില്ല. അവസാനം നമ്മൾ ഇവന്റെ ആണവായുധം പ്രയോഗിക്കുന്ന ഓമത്താവളവും അടിച്ചു ചേർത്ത്, ഇവന്റെ ആണവായുധം ഇരിക്കുന്ന കിരാന ഹിൽസും അടിച്ച്, ഇവന്റെ കിരാന ഹിൽസിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ആണവായുധം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ മുമ്പിൽ കൊണ്ട് ബ്രഹ്മോസും വെച്ച് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇരിക്കുന്നതിന്റെ 20 കിലോമീറ്റർ ഇപ്പുറത്തും കൊണ്ട് മിസൈൽ അടിച്ച്. അപ്പൊ എല്ലാ രീതിയിലും ആണവായുധം. അത് കഴിഞ്ഞിട്ട് മോദി പറഞ്ഞു, നീ ഇതൊന്നും കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കണ്ട, നിന്റെ കയ്യിൽ ഇത് വെച്ചേക്കുന്ന ആരുടെയാണെന്നറിയാം, ആരാ ഇത് സൂക്ഷിക്കുന്നതെന്നറിയാം, എവിടെ ഇരിക്കുന്നതെന്നറിയാം, ഇതെടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എന്നെ കാച്ചാനും അറിയാം. മോദി, ഞാൻ എന്റെ നാടൻ ഭാഷ പറഞ്ഞതേ ഉള്ളൂ, മോദി പറഞ്ഞ. അപ്പൊ ഇവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ആണവായുധമുള്ള ഒരു രാജ്യമാണല്ലോ പാകിസ്ഥാൻ. അപ്പം ബാക്കി ഈ അറേബ്യൻ രാജ്യങ്ങൾക്കൊന്നും ആണവായുധമില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇയാൾ ആണവായുധമായിട്ട് വരുമെന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇവന്റെ ആണവായുധം ഉണ്ട്. ഇതിപ്പോ ലോകരാജ്യങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുക. ആണവായുധം ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് പാകിസ്ഥാന്റെ ആണവായുധം, ചൈനയുടെ നോക്കുന്നതെന്ന് പറയുന്നത്, അമേരിക്കയുടെ ആണെന്ന് പറയുന്നു. അമേരിക്ക അതുകൊണ്ടാണല്ലോ അന്ന് കിടന്ന് പിടച്ചത്. ഈ അമേരിക്ക തുർക്കിയിൽ ആണവായുധം വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ തുർക്കി എർദോഗനും ആണവായുധം ഇരിക്കുന്നതിന്റെ ഒരു 10 കിലോമീറ്റർ പുറത്ത് പോയി നോക്കാനും പോലും പറ്റത്തില്ല. അവന്റെ രാജ്യത്താ വെച്ചേക്കുന്ന കാര്യം ശരി, അത്രയ്ക്ക് പോലും ഇടപെടാൻ പറ്റത്തില്ല. ഇതേപോലെ ആയിരിക്കും ഇവന്റെ കയ്യിലിരിക്കുന്ന ആണവായുധത്തിന്റെ അവസ്ഥ. ഇസ്രായേലിന്റെ കയ്യിൽ ഇരിക്കുന്ന ആണവായുധം പോലും അമേരിക്കയുടേതാണോ എന്ന് സംശയമുണ്ട്, മനസ്സിലായോ? അപ്പം ലോകത്ത് 10-700 ഇടത്ത് വ്യോമത്താവളം ഉള്ള ഒരു വ്യോമത്താവളങ്ങളൊക്കെ ഉണ്ട് അമേരിക്കയ്ക്ക്. അപ്പൊ ഈ പറയുന്ന ഇവന്റെ കയ്യിലിരിക്കുന്ന ആണവായുധം ഇവന്റേതാണെന്ന് പറഞ്ഞ് ഹുങ്ക് എടുക്കുന്നത്, ഇവൻ്റെത് പ്രയോഗിക്കാനോ എടുക്കാനോ ഇവൻ്റെതാവാനോ ഉള്ള സാധ്യത ഇല്ല. ഇതൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഇതൊക്കെ കാണിക്കുക ഇപ്പൊ ചാപ്പാടടിക്കുന്നു. ആരാ? ഇത് സൗദിക്കൊക്കെ കണ്ടമാനം കാശ് കൊടുക്കാനുണ്ട്, മറ്റു പലയിടത്തുനിന്നും കാശ് മേടിക്കുക. പിന്നെ വല്ലോനും ഒക്കെ കയറി ഇന്ത്യ രാജ്യത്ത് നിന്ന് അടിക്കാം, അല്ലെങ്കിൽ വല്ലോന്റെ ഒക്കെ രാജ്യത്ത് ഭീകരന്മാരെ വിടാം. നേരത്തെ ഇവരുടെ ഭരണാധികാരി തന്നെ പറഞ്ഞില്ലേ, ലോകത്ത് മൊത്തം ഭീകരവാദം വിതയ്ക്കുന്നതിന് വേണ്ടി, ഇവിടെ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ഉപയോഗിച്ച രാജ്യം അമേരിക്ക എന്നൊക്കെ പറഞ്ഞ നേരത്തെ പ്രസ്താവനകൾ വളരെ പുറകോട്ട് നോക്കുമ്പോൾ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലോകം മൊത്തവും ഭീകരരെ ഉണ്ടാക്കി, നമ്മൾ കോഴിക്കുഞ്ഞിനെയൊക്കെ മുട്ട വെച്ച് വിരിപ്പിച്ചെടുത്ത് കൊടുക്കത്തില്ലേ, അതിന്റെ പണിയാകുമ്പോൾ തന്നെ ഉള്ളത്. ഇപ്പൊ ഇവന്റെ പണി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അമേരിക്ക പറയാ ഇന്ത്യ ഒന്ന് ചൊറിഞ്ഞേക്കണം കേട്ടോ, 2 ഭീകരരെ ഒന്ന് വിട്ടേക്കണം, ഇയാൾ അവിടുന്ന് വിടും, അതിന്റെ പൈസ കിട്ടും, അതിനകത്തൊന്ന് മിച്ചം വരുന്നേരം ചാപ്പ അടിക്കും. അല്ലെങ്കിൽ ഈ മുനീർ എന്ന് പറഞ്ഞവന്റെ പണി എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഇതുപോലെ വേറെ രാജ്യങ്ങൾക്ക് വേണ്ടി ആ രാജ്യത്തെ ഉപയോഗിച്ച് ജനങ്ങളെ കഷ്ടപ്പെടുത്തി രാജ്യത്തെ തെണ്ടിയാക്കി, എന്നിട്ട് ഇവൻ ഈ കാശും കൊണ്ട് പോയി അവന്റെ പെണ്ണും പിള്ളേ അവനും എല്ലാം കൂടെ നേരത്തെ അറിയത്തില്ല യുദ്ധം തുടങ്ങിയപ്പോൾ അവന്റെ ഫാമിലി എവിടെ? ലണ്ടനിലാണ്. അവിടെ നേരത്തെ കൊണ്ട് വെച്ചിട്ട് ഇവൻ അങ്ങാണ്ട് വെങ്കറിലും കയറിയിരിക്കുകയാണ്. യുദ്ധം എല്ലാം കഴിഞ്ഞ് സമാധാനമായെന്ന് ഏറ്റവും ബോധ്യപ്പെട്ടപ്പോഴേ വിളി തന്നെ സിന്ധുവിന്റെ സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഇതാണ് ഈ പാകിസ്ഥാന്റെ അവസ്ഥ. ഇപ്പൊ സൗദിക്ക് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, എല്ലാം കേട്ട് നമ്മുടെ ആവശ്യം, ഞങ്ങളുടെ
ഇഷ്ടം പോലെ ഉള്ളതും പണം, നിങ്ങളുടെ ഇല്ലാത്തതും പണം എന്ന് പറഞ്ഞാൽ സൗദിയുടെ കയ്യിൽ പൈസയൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചു ഇപ്പോൾ സുരക്ഷയൊക്കെ ഒന്നാവട്ടെ, കാരണം അവിടുന്ന് ഇവിടുന്ന് നോക്കി UAE ഒക്കെ ആയിട്ടൊരു ശകലം പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. UAE ഇപ്പം നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ കൂടെ. സൗദിയായിട്ട് നമുക്ക് ഈ ലിങ്ക് ഇല്ലെന്നല്ല, ബന്ധമുണ്ട്. എന്നാലും സൗദിക്ക് ശകലം ഈ ചൊറിച്ചിൽ, ഞാനീ പറഞ്ഞില്ലേ, ശകലം ആ രീതിയിലുള്ള ചൊറിച്ചിലുള്ള. അപ്പം ഇപ്പം പണി കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ ശത്രു ഒന്നുമല്ല, എന്നാലും UAE നമ്മുടെ അടുത്ത് ഇപ്പം നിൽക്കുന്ന അത്ര അങ്ങോട്ട് ക്ലോസ് ആയിട്ട് ഇങ്ങോട്ട് വിശ്വസിച്ച് നിൽക്കുന്ന ഒരവസ്ഥയില്ല. നമ്മുടെ ആളല്ലേ, അപ്പം പുള്ളി ഒന്ന് സഹായിച്ച് കൂടെ നിർത്തിയേക്കാം. ഇപ്പം പണി കിട്ടി എവിടാന്ന് പോലും അറിയത്തില്ല. സൗദി കിടന്ന് അടി മേടിച്ച് പോകുമ്പോൾ ആരാ ഹൂത്തികൾ, അവർ വെച്ചേക്കത്തില്ല. ഹൂത്തികൾ പണ്ട് ഹൂത്തികൾ ഇടയ്ക്കിടയ്ക്ക് കയറി നമ്മളുടെ ഇതിനകത്ത് കൊണ്ടുവന്ന് ബോംബിട്ടു, എന്നിട്ട് അല്ലെങ്കിൽ കപ്പലെ കൊണ്ട് ബോംബിട്ടു. അത് തടയാൻ വേണ്ടിയാ ഈ പറഞ്ഞതുപോലെ പനാമ കനാലിലും മറ്റിടത്തും ഒക്കെ ഈ അമേരിക്കയുടെ സഹായവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഇതിന്റെ കൂടെ തന്നെ അവർ കയറി അടിക്കും. ഇന്നലെ ഹൂത്തികൾ പറഞ്ഞിട്ടുണ്ട് വേറൊരു പാതയുണ്ട്, അവിടെയും കൂടെ ഞങ്ങൾ അടയ്ക്കും. അമാർക്കൊന്നും ഒരു കാര്യമില്ല. അമാർക്ക് യാതൊരു വിവരവും വെള്ളിയാഴ്ച ഉള്ളവന്മാരല്ലല്ലോ, ഒരു ബോധവും ഇല്ല. എവിടെയും കയറി അടിക്കാം, ആരും ചോദിക്കത്തില്ല. ലോകക്രമത്തിനകത്തൊന്നും ഉള്ളിടത്തല്ല. അവരുടെ രാജ്യവും അവരുടെ യമനിലെ അവരുടെ കുറേ പ്രദേശവും അറിയാമല്ലോ. നമ്മുടെ ഒരാൾ അവിടെ പെട്ടണൊക്കെ ആരോട് സംസാരിക്കണം, രാജ്യമൊന്നുമില്ല. ഇപ്പൊ പിന്നെ ഇവിടുത്തെ നമ്മള് കാന്തപുരം സംസാരിച്ചത്. അപ്പൊ മതരാഷ്ട്രമാണ് ആ രീതിയിലേക്കുള്ള രാജ്യമൊക്കെ. ഇപ്പൊ ലോകക്രമത്തിൽ നിൽക്കുന്ന രാജ്യമാണെങ്കിലേ സംസാരിക്കാൻ പറ്റും, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒട്ടറുടെ പേര് കേസില്ല, റോഡിൽ കിടക്കുന്നത്. അവർക്ക് ഭരണഘടനയും മറ്റു കാര്യങ്ങളും ഒരു വിദ്യാഭ്യാസം ഒന്നുമില്ല. അവരെന്തെങ്കിലും വെച്ചാൽ അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഒരു വിരട്ടുമൊക്കെ വരട്ടിയൊക്കെ നടത്തിയുള്ളൂ. എന്നാൽ അറിയാം എന്ന് പറഞ്ഞുള്ള രാജ്യങ്ങൾക്കകത്ത് വരുന്ന ഇതൊക്കെ. അപ്പോൾ അവിടെ പോയി ഇപ്പം കിടന്ന് അടിമേടിക്കുക. പാകിസ്ഥാൻ എന്ത് ചെയ്യാൻ ചോദിച്ചാൽ, മുനീർ എന്ത് ചെയ്യാൻ ചോദിച്ചാൽ പാകിസ്ഥാനും അറിയത്തില്ല, സൗദി ആരോടാ ചോദിക്കുന്നത്? ഈ അവസ്ഥയിലെ കാര്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.